ദ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും പ്രതികരണവുമായി രംഗത്ത്. ആദ്യ ഭാഗം തള്ളിക്കളഞ്ഞതുപോലെ രണ്ടാം ഭാഗവും ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നിങ്ങൾ തീർക്കുന്ന വെറുപ്പിന്റെ കമ്പോളത്തിൽ കേരള ജനത സ്നേഹത്തിന്റെ കട തുറക്കുക ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ദ കേരള സ്റ്റോറി എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ വിഭാഗത്തിൽ തന്നെ കേരളത്തിലെ ജനത ഒട്ടാകെ തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവാണ്. ഫെബ്രുവരി 27 ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിന്റെ കഥയല്ല എന്ന് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിറങ്ങുന്ന മലയാളികളും പൊതുസമൂഹവും ഒട്ടാകെ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ സിനിമയുടെ ട്രെയിലറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കേരളത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ നടക്കില്ല എന്നും കേരള സ്റ്റോറി എന്ന സിനിമ പരാജയപ്പെട്ടതുപോലെ തന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗവും പരാജയപ്പെടുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിന്റെ ഒന്നാം ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലും ആ നിലപാട് തന്നെ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിന്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല. അതിന്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമാ മേഖലയിലൂടെ ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ഒന്നാം ഭാഗം എങ്ങനെ പോയോ അതുപോലെ തന്നെ രണ്ടാം ഭാഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തെ അപമാനിക്കാനും വർഗീയമായി ചേരിതിരിക്കാനും ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗവുമായി സംഘപരിവാർ അജണ്ട വീണ്ടും തലപൊക്കുകയാണെന്നും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത നുണക്കഥകൾ ആവിഷ്കരിച്ച് സൗഹാർദ്ദത്തിന്റെ ഈ നാടിനെ പറ്റി ലോകമെമ്പാടും തെറ്റിദ്ധാരണ പരത്താനുള്ള ആസൂത്രിത നീക്കമാണിതെന്നുമാണ് KC വേണുഗോപാൽ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി അവസാനത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് നുണകൾ മാത്രം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആദ്യ ഭാഗത്തിന് ദേശീയ അവാർഡ് ഉൾപ്പെടെ നൽകി ആദരിച്ച BJP ഭരണകൂടമാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഒരു ജനതയെ ഒന്നാകെ അപഹസിക്കുന്ന വ്യാജ സൃഷ്ടികളെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന ഇത്തരം നുണക്കഥകൾ കൊണ്ട് കേരളത്തിന്റെ മതേതര മനസ്സിനെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ കേരള ജനത സ്നേഹത്തിന്റെ കട തുറക്കുക തന്നെ ചെയ്യുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായും സാമൂഹിക മേഖലയിൽ നിന്നും ഒട്ടാകെ തന്നെ കേരള സ്റ്റോറി 2-നെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഫെബ്രുവരി 27 നിൽക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ കേരള ജനത ഒട്ടാകെ തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ കമന്റ് രൂപേണ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ ചിത്രത്തിനെതിരെ വിമർശനങ്ങളും ഉയരുകയാണ്. വിപുൽ അമൃത്ലാൽ ഷാ ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഇതിന്റെ ആദ്യ ഭാഗം സംവിധാനം ചെയ്ത സുദീപ്തോ സെൻ ഈ ചിത്രത്തിന്റെ ഭാഗമല്ല. ഈ സിനിമയ്ക്ക് ആദ്യ ഭാഗത്തിൽ 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. മികച്ച സംവിധായകനും മികച്ച സിനിമാറ്റോഗ്രഫിക്കും ഈ അവാർഡ് കിട്ടിയിരുന്നതാണ്. ഇനി രണ്ടാം ഭാഗം വരുമ്പോഴേക്കും ഈ അജണ്ടയുടെ ഭാഗമായിട്ട് അവാർഡുകൾ ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുമോ എന്നതും ട്രോൾ രൂപേണയും ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ചിത്രം ഫെബ്രുവരി 27 റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് UA 16+ ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന് എന്തുകൊണ്ട് സെൻസർ കട്ട് വന്നിട്ടില്ല എന്നുള്ള ചോദ്യം സെൻസർ ബോർഡിനെതിരെയും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ചിത്രത്തിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ബീഫ് വിളമ്പിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ തന്നെ പോസ്റ്റുമായിട്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.